കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുക്കളത്തോട്ടത്തിലെ പച്ചമുളക് ചെടിയുടെ വീഡിയോ ആണിത്. ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ്. ഈ പച്ചമുളക് ചെടിയുടെ ഇലകൾ കണ്ടോ നിങ്ങൾ? ഇലകളെല്ലാം ആകെപ്പാടെ മുരടിപ്പ് ബാധിച്ച് ആകെ വികൃതമായ രീതിയിൽ, അതോടൊപ്പം പുതിയതായി വരുന്ന ഇലകളിലാണെങ്കിൽ ഇല മഞ്ഞളിപ്പ് രോഗവും ബാധിച്ചിട്ടുണ്ട്. നല്ലപോലെ മുളകുണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു ഇത്. ഇപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ കീടങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞു. ഇത്തരം അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലീഫ് കോൾ വൈറസ് രോഗം പിടിപെട്ടു എന്ന് ഉറപ്പിക്കാം. ഇത്തരം ചെടികളുടെ ഒക്കെ ഇലയുടെ അടിവശത്ത് നോക്കുകയാണെങ്കിൽ പുറ്റുപോലെ വെള്ള കളറിൽ വെള്ളീച്ച കൂട്ടം കൂട്ടമായി പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ഇത് പച്ചമുളകിൽ മാത്രമല്ല, വെണ്ടയിലും തക്കാളിയിലും വഴുതിനയിലും അങ്ങനെ എല്ലാ തരം പച്ചക്കറി ചെടികളിലേക്കും ഇത് വ്യാപിക്കുകയും ചെയ്യും. ശരിക്കും പച്ചക്കറി ചെടികളുടെ ഒരു അന്തകൻ എന്ന് തന്നെ നമുക്ക് വെള്ളീച്ചയെ പറയാം. ഇവയുടെ അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇലകളെല്ലാം താഴോട്ട് വളഞ്ഞു നിൽക്കും. ഈ കീടശല്യം വന്നു കഴിഞ്ഞാലും ചെടി മുരടിച്ച് നശിച്ചു പോകുമെന്ന് ഉറപ്പാണ്. കീടബാധ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ചെടിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഏത് പച്ചക്കറികൾ നടുകയാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് നടാനുള്ള മണ്ണിലെ അമ്ലത കളഞ്ഞ് pH റേഷ്യോ ലെവലാക്കി എടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. സാധാരണയായി മഴക്കാലത്തെ അപേക്ഷിച്ച് വേനൽക്കാലത്താണ് ഇത്തരം കീടങ്ങൾ ചെടികളെ അറ്റാക്ക് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ തുടക്കം മുതലേ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ പച്ചക്കറി ചെടികളെ വലിയ കേടില്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. വെള്ളീച്ചയെ ഇല്ലാതാക്കാൻ നാം കൈക്കൊള്ളേണ്ടുന്ന പ്രധാന കാര്യം തോട്ടത്തിൽ പലയിടത്തായി മഞ്ഞക്കണികൾ സ്ഥാപിക്കുക എന്നതാണ്. മഞ്ഞക്കണി ഉണ്ടാക്കാനായി ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. മഞ്ഞ കളറിലുള്ള കട്ടിയുള്ള പേപ്പറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിലോ അങ്ങനെ എന്തിലും, വെള്ളത്തിൻ്റെ ബോട്ടിലായാലും മതി, അതിലൊക്കെ മഞ്ഞ പെയിൻ്റ് അടിച്ച് പെയിൻറ് ഉണങ്ങിയതിന് ശേഷം അതിന് മുകളിൽ ആവണക്കണ്ണയോ ഗ്രീസോ പുരട്ടി കൃഷിയിടത്തിൽ പലയിടത്തായി കെട്ടി നാട്ടിയിട്ടാൽ ഒരുവിധം വെള്ളീച്ചകളും മറ്റ് കീടങ്ങളും ഒക്കെ മഞ്ഞ കളറിൽ ആകൃഷ്ടരായി അതിൽ പറ്റിപ്പിടിച്ച് നശിച്ചു പോകും. വെള്ളീച്ചയെ നിയന്ത്രിക്കാനായി ചെയ്യാവുന്ന സിമ്പിളായ മറ്റൊരു കാര്യമാണ് 501 പോലെയുള്ള ഡിറ്റർജൻ്റ് സോപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികളുടെ ഇലയിലും തണ്ടിലുമൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നത്. ഇനി നിങ്ങളുടെ മുളക് ചെടിയിൽ വെള്ളീച്ചയുടെ ശല്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് കൊണ്ടൊന്നും ആവില്ല. അത്തരം സന്ദർഭങ്ങളിൽ വളരെ സിമ്പിളായ രീതിയിൽ ഒരു ഹോം മെയ്ഡ് കീടനാശിനി ഉണ്ടാക്കി തളിച്ചു കൊടുത്താൽ മതി. ആ കീടനാശിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ആവണക്കണ്ണ, പിന്നെ സോപ്പ് ലായനിയോ ഡിഷ് വാഷോ അങ്ങനെ എന്തെങ്കിലും ഒന്ന്, അതിൻ്റെ കൂടെ അല്പം ശർക്കര, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഞാൻ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചേർക്കേണ്ടുന്ന അളവാണ് ഇവിടെ പറയുന്നത്. ആ ഒരു റേഷ്യോയുടെ അളവ് വെച്ച് വെള്ളം കൂടുകയോ കുറക്കുകയോ ഒക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ആദ്യം തന്നെ വേപ്പെണ്ണ ഒരു 5 മില്ലി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. ഇനി ഇതിലേക്ക് 3 മില്ലി ആവണക്കണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവണക്കണ്ണ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ ആവണക്കണ്ണ ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. ആവണക്കണ്ണയും വേപ്പെണ്ണ എടുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 10 ml സോപ്പ് ലായനി കൂടി ചേർക്കണം. ഹാൻഡ് വാഷോ ഡിഷ് വാഷോ ഏതായാലും മതി. ഞാനിവിടെ ഹാൻഡ് വാഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോപ്പ് ലായനി ചേർത്താൽ മാത്രമേ വേപ്പെണ്ണ വെള്ളവുമായി ലയിച്ചു ചേരുകയുള്ളൂ. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ശർക്കര ഉണ്ടെങ്കിൽ ഒരു പകുതി വച്ച് ശർക്കര കൂടി ചേർത്തോളൂ. എല്ലാം കൂടി മിക്സാക്കി 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് രോഗം ബാധിച്ച ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ. ആഴ്ചയിൽ 2 തവണ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ശീമക്കൊന്നയുടെ ഇല കിട്ടുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ തടത്തിൽ പൊതയിട്ട് കൊടുക്കാവുന്നതാണ്. ശീമക്കൊന്ന ഇലയുടെ സ്മെല്ല് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്ക് താല്പര്യമില്ലാത്ത സ്മെല്ലായതുകൊണ്ട് കീടങ്ങൾ അങ്ങനെയും വരാതെയാവും. അപ്പോൾ സിമ്പിളായ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.